നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നാളെ രാവിലെ ചേച്ചിമാരെ സ്കൂളിൽ പറഞ്ഞുകൊണ്ട് റെഡിയായി നിൽക്കും. ഇങ്ങനെ ഇപ്പോൾ എണ്ണീറ്റ് വന്നതേ ഉള്ളൂ. രാത്രിയിൽ നമ്മൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു. മേതക്കുട്ടി സ്കൂളിൽ പോകുന്ന സമയമായി. മേതക്കുട്ടി ഇന്ന് ചെറിയ പുറകോട്ട കേട്ടോ. അവൾ അച്ഛനുള്ളതുകൊണ്ട് സ്കൂളിൽ പോകാനൊക്കെ മടിയാണ്, ഇറങ്ങി വരുന്നില്ല. ഇത് റെഡിയായി. കുട്ടി സ്കൂളിൽ പോകാൻ റെഡിയായി കേട്ടോ. രാവിലെ എൻ്റെ കുഞ്ഞാവയ്ക്ക് മേതക്കുട്ടിയുടെ നുള്ളു പറിക്കാനാണ് എന്തിനാ അറിയത്തില്ല. ചേച്ചിയാണ്. ഒരു ഉമ്മ കൊടുത്തേ. ആ അപ്പോൾ ഞങ്ങളുടെ ഓട്ടോ വന്നു. ബായി കിടക്കുമോനെ, ഓടിക്കൊടുക്ക. ആ നീ കൊണ്ടുക്ക, കൊണ്ടുക്ക. ഹലോ, ഞാൻ പോയിട്ട് വന്നു കേട്ടോ. ബാ. ആ അവൾ തുടങ്ങി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നല്ലൊരു വെയിലും മഴയൊക്കെ മാറി. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കോഴിയിറച്ചി വറുത്തരച്ച് വെക്കുക. അപ്പോൾ ചിക്കൻ കറിക്കുള്ള ആവശ്യ സാധനങ്ങൾ: ഉള്ളി, സവോള, കറിവേപ്പില, തളിക്ക, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. വറുത്ത് വെച്ച് കേട്ടോ, തേങ്ങയൊക്കെ ഇട്ട്. അപ്പം അതിന് വേണ്ട അതായത് മസാലപ്പൊടികൾ: മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ കറിവേപ്പില, തേങ്ങ. ഉരുളി ആദ്യം അടുപ്പത്ത് വെച്ചു. ഇനി എണ്ണ ഒഴിക്കാം. കാരണം വറുത്തരച്ചത് കൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. നല്ലതായിട്ട് എണ്ണ ചൂടായിരിക്കും. കടുക് കുറച്ചിടാം. കുറച്ച് കടുകിട്ടു. ഇത് കൊട്ടുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ കൊത്തിടാം. നന്നായിട്ട് മൂക്കട്ടെ. നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടാം. പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് മൂക്കട്ടെ. ചെറിയുള്ളി, സവോള രണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ശകലം മഞ്ഞളും കൂടി ചേർക്കാം. ഇട്ട് കൊടുക്കാം. പിന്നെ പൊടി ഒരു നിറം വരാൻ വേണ്ടിയിട്ട് എല്ലാമൊക്കെ വഴറ്റിയെടുക്കാം.
കരിവേപ്പില എടുത്ത് ചേച്ചി. അപ്പം ചിക്കനും കഴുകി വൃത്തിയാക്കി ചേച്ചി കൊണ്ടു തന്നു. ഇത് ഏകദേശം വഴറ്റി വരുന്നുണ്ട് കേട്ടോ. ഞാൻ തന്നെയാണ് വീട്ടിലെടുക്കുന്നത്, കാരണം മകതിക്കുട്ടി സ്കൂളിൽ പോയി. സാധാരണ ഞാൻ മകതിക്കുട്ടിയാണ് ഹെൽപ്പ് ചെയ്തിരുന്നത്. ഇടയ്ക്ക് ചേച്ചി സഹായിക്കാൻ വന്നായിരുന്നു. അപ്പം അതിൻ്റെതായിട്ട് ചെറിയ കുറവുകളും തെറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വഴറ്റി വന്നു. നമുക്കിനി പൊടികൾ ചേർക്കാം. മുളക് പൊടി, ഗരം മസാല, മുളക് പൊടി കുറച്ച് ഇടുന്നുള്ളൂ, കാരണം നമ്മൾ അതിനെ ചേർത്തുകൊണ്ട് കുറച്ച് കൊടുത്താൽ മതി. പിന്നെ മല്ലിപ്പൊടി, അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇടയ്ക്ക് ക്യാമറ അങ്ങോട്ട് കണ്ട് വെട്ടുന്നത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. കളിക്ക ആടിക്കാം നമുക്ക്. കളക്ക ഇട്ടു. ഇനി കരിയാപ്പിലയും ചിക്കനും ചേർക്കാം. എനിക്ക് കരിയാപ്പിലയും ഇടുന്നത് ഇഷ്ടം കേട്ടോ, അതിൻ്റെ കമ്പും ഇതെല്ലാം, അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ശകലം വെള്ളം ഒഴിച്ച് മൂടി ഒഴിച്ച് വേവിക്കാം. ഒരു കാര്യം വിട്ടുപോയി, ശകലം ഉപ്പും കൂടി ചേർക്കണം. ചിക്കൻ ആവശ്യത്തിന് ഉപ്പ്, അപ്പം ഉപ്പും ചേർത്ത് നമുക്കിത് മൂടി ഒഴിച്ച് വേവിക്കാം. പിടിപ്പിക്കാൻ തീ അടഞ്ഞു കേട്ടോ. അപ്പം തീ പിടിപ്പിച്ച് നല്ലതായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി വറുത്തരിച്ച് ചേർക്കാനുള്ള അരപ്പും റെഡിയായി. അപ്പോൾ അരപ്പ് ചേർക്കാം നമുക്ക്. അത് കറി ഒഴിച്ച് വെച്ചിട്ടുണ്ടാക്കും. ഒന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കുള്ള ശരം കൂടെ മതിയല്ലേ? മതി. ചേച്ചി അത് വെച്ച് ചേച്ചി ഉപ്പ് നോക്കട്ടെ. നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. ചേച്ചിയെ കൊണ്ട് തന്നെ ആദ്യം നമുക്ക് നോക്കാം ഉപ്പൊക്കെ ഉണ്ടോ, ഉപ്പും എരിവും എല്ലാം കറക്റ്റാണെന്ന്. എന്തെങ്കിലും കുറവുണ്ടോ? ഉപ്പ് ശകലം കുറവുണ്ടെന്ന് ചേച്ചി പറഞ്ഞാൽ ശരി ഉപ്പിടാം. ഒന്നുകൂടെ ഇത് നല്ലതായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഈ ചിക്കൻ കറിക്ക് ഒരു കഥയുണ്ട് കേട്ടോ. കാരണം 14 വർഷം മുമ്പ് എൻ്റെ പപ്പ മരിച്ച അന്ന് ഞാൻ ഉണ്ടാക്കി ചിക്കൻ കറി കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇന്നാണ് ഉണ്ടാക്കുന്ന ആദ്യമായിട്ട്. അപ്പോൾ അന്ന് പപ്പ കഴിക്കാൻ പറ്റിയില്ല. പപ്പയ്ക്ക് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ഇപ്പം ഇന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കുക കേട്ടോ. അന്ന് ഞാൻ യൂട്യൂബ് നോക്കിയൊന്ന് തപ്പി പിടിച്ചൊക്കെ ഉണ്ടാക്കി നോക്കിയത്. അന്ന് കൊച്ചിലെ ഇന്ന് ഞാൻ ഡിഗ്രിക്കോ പി ജിക്കോ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നാണ് ഉണ്ടാക്കുന്നത്. ചോറ്, ചിക്കൻ കറി, ഓമയ്ക്ക തോരൻ, ചോറ്, മോര് കറി, അച്ചാർ, പപ്പടം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വെള്ളോട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. കാർമേഘമൊക്കെ ഇങ്ങനെ മഴ മാറി ഇപ്പോൾ ചെറിയൊരു വെയിലൊക്കെയായി. പിന്നെ മകതിയെ മേലെ വിളിക്കാൻ പോകണം. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് കാപ്പി, കട്ടൻ കാപ്പി കുടിക്കാൻ നിർത്തും.
ചേച്ചി ചേച്ചി വിളിച്ചിട്ടുണ്ടോ? അച്ഛൻ വീട്ടുണ്ടോ? ആ വീട്ടുണ്ട് അച്ഛൻ. വീടെത്തി. വൈകുന്നേരം സ്നാക്സായിട്ട് മുറുക്കും അതുപോലെ നല്ല കോഫിയും. അതിൽ കൂട്ടി ഇരുന്ന് എഴുതുക കേട്ടോ ആയിയൊക്കെ. ചപ്പാത്തി ഉണ്ടാകുമെന്ന് വെച്ചു. ഇപ്പോൾ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ചപ്പോൾ ആദ്യം ഗോതമ്പൊടി ശകലം ഉപ്പിട്ടു, പിന്നെ ചെറിയ ചൂടുവെള്ളം. അപ്പോൾ നന്നായി ഇനി കുഴച്ചെടുക്കാം. ഞാൻ ഏകദേശം കുഴച്ചു. ഇനി കുറച്ച് ഇടിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം, സോഫ്റ്റ് ഇടണം വേണ്ടി. അപ്പോൾ ഇതൊരു 1 മണിക്കൂർ നമുക്ക് ഇങ്ങനെ നല്ല മൂടി വെക്കാം. ചപ്പാത്തി എല്ലാം കുഴച്ചു. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് മൂടി വെച്ചേക്കുക. ഇവിടെ അവിടെ ഇങ്ങനെ കേക്ക് ഇറക്കാറുണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിയോ? ചെറിയൊരു ഉരുളയൊക്കെ ആക്കിയിട്ട് ഞാൻ പരുത്ത് തുടങ്ങി കേട്ടോ. 2 ചപ്പാത്തി ചുട്ടു, ബാക്കിയെല്ലാം അതിന് ചുട്ട് കഴിയണം. ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്കത്ര അറിയത്തില്ല കേട്ടോ. ചെറിയ കറഞ്ഞ ഷേപ്പൊക്കെ കേട്ടോ. ഞാൻ ഷേപ്പൊക്കെ ഇങ്ങനെ കറക്റ്റ് റൗണ്ടിൽ എനിക്ക് ഒരിക്കലും ചപ്പാത്തി ശരിയായി വരത്തില്ല. പിന്നെ എണ്ണയൊന്നും എനിക്ക് തൽക്കാലം തൊട്ട് കൊടുക്കുന്നില്ല. രാത്രിയത്തേക്കുള്ള ഫുഡ് ചപ്പാത്തിയായി, ഉള്ളിക്കറി റെഡിയായി, ഉച്ചയ്ക്ക് വെച്ച വറുത്ത ചിക്കൻ കറി. ഇപ്പോൾ സമയം ഇപ്പോൾ 8 മണിയൊക്കെയായി. ഇപ്പോൾ ഫുഡെല്ലാം റെഡിയായി, എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.